അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മൾ നെട്ടറിനെ കാണാനില്ല. പുഴമീനിൻ്റെ അതുപോലത്തെ മീനാണ് കേട്ടോ. ഇതിലിപ്പോൾ ഏകദേശം ടോപ്പ് വലിപ്പമുള്ള ഇപ്പോൾ ദിബനാണ് ഗൈസ്. നമ്മളെ മീൻകുഴി ഓർക്കട്ടോ. നമ്മളെ മീൻകുഴിയിൽ കുറച്ച് മീനുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഏകദേശം എത്ര വലിപ്പമായിക്കണം നോക്കാം. ഒരു 6 മാസത്തിൻ്റെ അടുത്തായിട്ടിട്ട് 6 മാസം ആയിട്ടിട്ട്. അപ്പം ഇതിൽ വേറെ ടീമുണ്ട്. ശരുതി കൊടുന്ന് ആക്കിയിട്ടില്ല. അവിടെ വേറെ പാത്രത്തിലെടുക്കുന്നുണ്ട്. അത് നാടനാണ്, നാടൻ ഐറ്റം. വരാലി, കണ്ണൻ. ഇതൊക്കെ നല്ല മാറ്റ വലക്ക്. മഴ ടാച്ചിലും കുറ്റിലൊക്കെ കുടിച്ചിരുന്നു. ഇത് പോകുന്ന ഒരാൾ ഒക്കെ മൂലക്കലാണ്. 21 ആഫ്രിക്കൻ മീനിൻ്റെ അടിയിൽ ഒരൊറ്റ നെട്ടറുണ്ടായിരുന്നു. ഇത്രയും കാലം അവനെ തൊട്ടിട്ടൊന്നുമില്ല. വാ ഇപ്പം ഞാൻ അവർ സൈസാക്കിക്കണോന്നൊരു സംശയമുണ്ട്. അപ്പം അവനാണ് തപ്പണത്. നെട്ടർ മോയൻ, നെട്ടർ അതിന് കുറച്ചും കൂടെ വെള്ളം ഇതൊക്കെ നേരത്തെ കാണാനോ. ഏകദേശം എല്ലാവരും ഇതിൽ തന്നെ ഉണ്ട്. നിങ്ങൾ അങ്ങനെ മുക്കി ഒഴിവാക്കണം അത്ര നല്ലതല്ല തോന്നുന്നുണ്ട്. നമുക്ക് കൈ കടിക്കുകയോ ഇല്ലെങ്കിൽ അവരെ മേത്തട്ടിയ മുറിയാവും. എല്ലാവരും പടമുണ്ട്. നെട്ടർ ഇവിടെ പോയി. നെട്ടർ ശരി. 6 മാസത്തെ പാക്കുള്ള ഞാൻ തീറ്റൊന്നും അധികം ഇട്ട് കൊടുത്തിട്ടില്ല. കാരണം എന്ന ടൈമും പല കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാത്തതാണ്. സമയം കിട്ടുമ്പോൾ ഇട്ടെടുക്കും. പക്ഷെ എന്നാലും ഒന്നും കൂടെ നീറ്റാക്കി ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിനെക്കാട്ടി വലിപ്പം ഉണ്ടായിരുന്നു. ആഫ്രിക്കൻ മീനാകുമ്പോഴത്തെ ഏകദേശം നല്ല വലുതാവുമല്ലോ. നമ്മൾ വളർത്താനാട്ടോ, തിന്നാനൊന്നല്ല. ഇത് വളർത്തി വലിയതാക്കാം. ചാടോ അവിടുത്തെ ഓവും കൂടെ ഒന്ന് തോന്നും. അവിടെ വന്ന് ചാടുന്നില്ല, അതുകൊണ്ടാണ്. അടച്ചോനെ 21 ഉണ്ടായിട്ട് ആകെ എത്ര ഉള്ളൂ? ബാക്കിയൊക്കെ ഇവിടെ അടച്ചോനെ കാണുകയല്ലോ. അവരെന്നെ അവരെ കശാപ്പിലാക്കി തോന്നുന്നുണ്ട്. സംഭവം അങ്ങനെ തന്നെയാണ്. അല്ല, നെട്ടറിൻ്റെ പൊടി പോലും കാണുന്നില്ല ഇതിൽ. നെട്ടറാക്കോടെ നെട്ടർ കാക്കോ നെട്ടറിനെ കാണില്ല. എന്തായാലും ഇവരിതവിടെ. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മളെ നെട്ടറിനെ കാണാനില്ല. അപ്പോൾ നമുക്ക് നെട്ടറിനെ മിസ്സായി. കുഞ്ഞ് വേറെ പോകാം. ചാടല്ലട മോനെ. നെട്ടറിനൊന്ന് തിരഞ്ഞു നോക്കിയതാണ്.
കടിക്കാൻ ചാൻസ് ഉണ്ടോ? കടിക്കൊന്നുമില്ല തോന്നുന്നു. നേരത്തേക്ക് വെള്ളം തട്ടിയിരുന്നു. വട്ടായിക്കണ രണ്ടാളും നല്ല വട്ടുണ്ട്. എന്തായാലും ഇന്ന് മുതൽ നല്ല തീറ്റ കൊടുത്ത് സെറ്റാക്കണം. അതെല്ലാവരും ഉണ്ടോ? ഇല്ലല്ലേ, ഒന്നുമില്ല. ഓണാക്കിയാ ഇവ ടാറ്റ. നമ്മളിതിക്ക് വേറെ വെള്ളം അടിക്കണം. ഇതൊക്കെ പണ്ട് പച്ചക്കറി ഉണ്ടാക്കിയതായിരുന്നു ഇവിടെ. അതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ഒഴിവാക്കി. അപ്പോൾ അതാകെ ഒരു വെണ്ടയ്ക്കും ഒരു വൈതളങ്ങയും ബാക്കിയൊക്കെ പോയി. നമ്മളെ ജലനിധിൻ്റെ ടാങ്കാട്ടോ. ജലനിധി വന്നിട്ട് നേരിട്ട് അതിൽ വെള്ളം സേവായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടോക്കും. അപ്പോൾ അത് അടുക്കളയ്ക്ക് വരുന്ന വയ്ക്കും. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത ടീം ഓടുന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ പത്രത്തിലാക്കും. ഗൈസ് നമുക്ക് ഇതിലേക്ക് ഇടാം. ഈ വെള്ളത്തിൻ്റെ കളറ് കണ്ടിട്ട് ഒന്നും വിചാരിക്കണ്ട. എന്താ സംഭവിച്ചാൽ ഇച്ചിരി കുടിച്ച വെള്ളമാണ്. ഇച്ചിരി കുടിപ്പിച്ചതാണ് മീനിന് കൂടുതൽ ആയുസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ് ഇതിലുള്ളത് ഇത് പൊരിക്ക്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പൊരിക്ക് എന്ന് പറയും. ഏകദേശം ഇതിന് കുറച്ച് വലിപ്പം ഉണ്ടാവും. ഇതിപ്പോൾ പാടത്തിപ്പോൾ വെള്ളം കൂടിയ വെള്ളം ഇപ്പോൾ കയറിയ സമയത്ത് നമ്മൾ ചൂണ്ടിട്ട് വിട്ടതാണ്. ഇതിന് പൊരിക്കെന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഇതിന്? ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പൊരിക്കെന്ന് പറയും. ഇതിൻ്റെ വലിയ ആശന്മാരൊക്കെ ഉണ്ട്. ഇത് ചെറിയതാണ്. ഇതിൻ്റെ വലിയൊരാൾ ഇതിലുണ്ട്. അതായത് മേ ബി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇതുണ്ടല്ലോ, പുഴമീനുണ്ടല്ലോ, പുഴമീനിൻ്റെ അതുപോലത്തെ മീനാണ് ഇതാ. ഇതിലിപ്പോൾ ഏകദേശം ടോപ്പ് വലിപ്പമുള്ള ഇപ്പോൾ ദുബനാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഇതിലോട്ട് മാറ്റാം. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ഒരു വിശേഷപ്പെട്ട ഒരു അതിഥി ഉണ്ടായിരുന്നല്ലോ അവിടെ. ഒരാൾ വേറെ ഉണ്ടായിരുന്നല്ലോ, ഒരു വരാല് കുട്ട ഉണ്ടായിരുന്നല്ലോ. അതാണ്, അതെ പോയി. വരാലിനെ കാണിച്ചതാണ്. ഇതാണ് വരാല്. നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയുക? ഞങ്ങളുടെ നാട്ടിൽ ഇതിൽ കണ്ണൻ എന്ന് പറയും. കണ്ണനെ കിട്ടിയാ കണ്ണണ്ടാ എന്നൊക്കെ ചോദിക്കും. അതാണ് ഇത് സാധനം. ഇതിനെ നമുക്ക് ഇതിലോട്ടിടാം. അത് ഒറ്റ ഒന്നുള്ളൂ, ചെറുതാണ്. അപ്പം നമ്മളതിലേക്ക് ഇടാം. ബാക്കിയുള്ള നമുക്ക് ഇന്ന് പൊരിച്ചടിക്കാനുള്ളതാണ്. അപ്പോൾ പൊരിച്ചടിക്കുന്ന മസാല വയ്ക്കുന്ന വീഡിയോ ഒക്കെ വൈകാതെ വരും. അപ്പോൾ നമുക്ക് ഈ വരൽ കൂട്ടത്തിലേക്ക് ഇടാം. ചൂണ്ടമ്മ കിട്ടിയതായതുകൊണ്ട് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. കാരണം ചൂണ്ടമ്മ കുറച്ച് വന്നതല്ല. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഒറ്റക്ക് ഇടണ്ട, ഒരു കുരുക്കിനും കൂടെ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. നല്ല ഉശ്രന്മാരായ രണ്ടെണ്ണം. ഇവർ രണ്ടാള്. ഏത് ഇതാ? ഇതെന്തിനാ എനിക്ക്? എന്തിനാ എനിക്ക്? അതായത് കായ്ക്കിടാനോ? അതിലത് മീനുണ്ടല്ലോ, ആക്കണി മീനതാ. ആട്ടൊക്കെ അതിലേക്ക് മീനൊക്കെ ആ പോണ്. കണ്ണനതാ പോണ്. ഉണ്ടാ അതിൽ മീനുണ്ടാ? നദി പിടിച്ചോ. ഇന്ന് മുള്ളൂത്തിട്ടാ. അതാ മേ എതിട്ടാ. നമുക്ക് ഇതിനെ കൊണ്ടുപോയി പൊരിച്ചട്ടാ. പൊരിച്ചിട്ടുണ്ടറിയോ? ഇതിനായിട്ട് കോർക്ക കടപ്പുറത്തേക്ക് പോവാ. ഞങ്ങളിവിടുന്ന് കുറച്ച് ദൂരമുള്ള കടപ്പുറത്ത് കോർക്ക നേരെ കടൽ കണ്ടിട്ട് കൊടുത്താൽ നല്ല ആമറൂനെ കിട്ടും. കാരണം ഈ മീനുമ്പോൾ കിട്ടുന്ന അധികം ആമറൂണ്. ഈ സാധനം ഉണ്ടല്ലോ പൊരിക്കുന്ന ഈ സാധനം, ഇതിന്മേൽ കിട്ടുക അധികവും ആമറൂണ്. ആമറു മീനെ കിട്ടുക. നല്ല അടിപൊളി വലിപ്പമുള്ള ആമറു മീനെ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്തത് വലിപ്പമുള്ള ആമറു മീനെ പിടിച്ചിട്ട് കാണാം. അപ്പോൾ ചങ്ങായിമാരെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, എല്ലാം പറഞ്ഞ കാര്യം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ താങ്ക് യു. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.